ഹായ് ഹലോ അസ്സലാമു അലൈക്കും. നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു റെസിപ്പി വീഡിയോ ആണ് കേട്ടോ. എല്ലാവരും റംബൂട്ടാൻ അച്ചാറിടുന്ന സമയത്ത് മുഴുവനായിട്ടാണല്ലോ ഇതുവരെയായിട്ടും റംബൂട്ടാൻ അച്ചാറിട്ടിട്ടുള്ളത്. ഞാനും ഇതുവരെ അങ്ങനെയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ മുമ്പ് ഞാൻ ഒരുപാട് റെസിപ്പി വീഡിയോകളൊക്കെ കണ്ടിട്ടുണ്ട്. ആ ഒരു സമയത്തും ഞാൻ അതിൽ മുഴുവനായിട്ട് റംബൂട്ടാൻ അച്ചാറിടണതാണ് കേട്ടോ ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ളത്. പക്ഷേ ഇന്ന് ഞാൻ അതിൽ നിന്നൊക്കെ ഒരു വ്യത്യസ്തമായിട്ട് ഉള്ളിലുള്ള കാമ്പൊക്കെ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് അച്ചാറിട്ട് നോക്കിയതായിരുന്നു ഒരു പ്രാവശ്യമായിട്ട്. അപ്പോൾ എനിക്ക് മുഴുവനായിട്ട് അച്ചാറിടുന്നതിനേക്കാളും ഇഷ്ടം ടേസ്റ്റ് കൂടുതലും നമ്മൾ കഷ്ണം മുറിച്ചെങ്ങാണ്ട് അച്ചാറിടുമ്പോഴാണ് കേട്ടോ. ഈ ഒരു രീതിയിൽ അച്ചാർ ആരൊക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ടെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. അപ്പം ഞാൻ ഇതുവരെയായിട്ടും ഇങ്ങനെ ചെയ്തിട്ടില്ല. ആദ്യത്തെ ഒരു പ്രാവശ്യമാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. ചെയ്ത് നോക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് റംബൂട്ടാൻ അച്ചാർ ഈ ഒരു രീതിയിലാണ് ഏറ്റവും ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത്. ഉണ്ടാക്കാനാണെങ്കിലും ഒരുപാട് ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എനിക്ക് അച്ചാറിട്ട സമയത്ത് എനിക്ക് തോന്നിയതൊന്ന് ഷെയർ ചെയ്യാമെന്ന് അത് വിചാരിച്ചാണ് ഞാൻ ഈ വീഡിയോ എടുത്ത് വെച്ചത് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ടേസ്റ്റി ആയിട്ടുള്ള എളുപ്പത്തിൽ ഈ റംബൂട്ടാൻ അച്ചാർ എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ. അപ്പോൾ അതേ റംബൂട്ടാൻ അച്ചാറിടാനായിട്ട് എനിക്ക് കുറച്ച് റംബൂട്ടാൻ കിട്ടിയിട്ടുണ്ട്. ഇക്ക വല എടുക്കാനായിട്ട് പോയപ്പോൾ വലയ്ക്കകത്ത് നിന്ന് കുറച്ചൊക്കെ റംബൂട്ടാൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ റംബൂട്ടാൻ അവർ പറിക്കുന്ന സമയത്ത് കാണാതെ പെടുന്നതാണ് കേട്ടോ. അപ്പോൾ അവർ റംബൂട്ടാൻ പറിച്ചെങ്ങാണ്ട് കുറച്ച് കൊണ്ടുവന്നു. എന്നിട്ട് അച്ചാറിട്ടോളാൻ പറഞ്ഞു കേട്ടോ. അതിൻ്റെ മുമ്പ് ഞങ്ങൾ അച്ചാറിട്ടപ്പോൾ റംബൂട്ടാൻ അച്ചാർ ഇഷ്ടപ്പെടാമെന്ന് വെച്ചാൽ മധുരമൊക്കെ കഴിക്കാൻ നമ്മൾ പീത്തപ്പഴ അച്ചാർ, പുളിയിഞ്ചി അങ്ങനത്തെയൊക്കെ കഴിക്കുന്ന ആൾക്കാർക്ക് ഇഷ്ടപ്പെടും. റംബൂട്ടാൻ്റെ അച്ചാറാണെങ്കിലും ചെറിയൊരു മധുരമായിട്ടാണ് കേട്ടോ ഈ അച്ചാർ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മധുരം കഴിക്കുന്ന ആൾക്കാർക്ക്, മധുരത്തിനോട് താല്പര്യമുള്ള ആൾക്കാർക്ക് ഇഷ്ടപ്പെടും ഈ ഒരു റംബൂട്ടാൻ അച്ചാർ കേട്ടോ. ആദ്യം നമുക്കിതിൻ്റെ തൊണ്ട ഒന്ന് കളഞ്ഞെടുക്കണം. തൊണ്ട് കളഞ്ഞിട്ട് വേണം കേട്ടോ ഇതിൻ്റെ അകത്തുള്ള ആ ഒരു കുരു നമുക്ക് കളയാനായിട്ട്. അപ്പോൾ ചിലതൊക്കെ ഈ മച്ചിക്ക എന്നൊക്കെ പറയില്ലേ, അതുപോലെ തന്നെ ചിലതിനൊന്നും അകത്ത് കാ ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളതാണ് കൂടുതലും ഇതിൻ്റെ അകത്തുള്ളത്. അപ്പോൾ അവർ വലയെന്ന് പറിക്കുന്ന സമയത്ത് അവർ തിരിഞ്ഞാണല്ലോ പറിക്കുന്നത്. നല്ല കാ നോക്കിയിട്ടാണല്ലോ നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൽ ഡാമേജ് വരുന്ന കായൊക്കെ ചിലപ്പോൾ അവർ വലയെന്ന് അകത്തുള്ളതൊക്കെ പറിക്കാൻ ബുദ്ധിമുട്ടുള്ളതൊക്കെ ആയിട്ട് അങ്ങനെ മാറ്റി തിരിഞ്ഞു വെക്കണതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ അകത്ത് പെട്ട കുറച്ച് കായൊക്കെയാണ്. കൂടുതലും മച്ചിക്കായാണ് കേട്ടോ. അകത്ത് കുരു ഇല്ലാത്ത കായാണ് ഈ മച്ചിക്ക എന്ന് പറയുന്നത് കേട്ടോ. നമ്മളിപ്പോൾ റംബൂട്ടാൻ എത്രത്തോളം എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ മുക്കാൽ ഭാഗത്തോളം തൊണ്ട ഉണ്ടാകുള്ളൂ. ബാക്കി കാൽ ഭാഗത്തോളമാണ് കേട്ടോ നമുക്ക് അതിൻ്റെ കാമ്പ് കിട്ടുകയുള്ളൂ. അങ്ങനെ ഈ റംബൂട്ടാനെ നമുക്ക് മുഴുവനായിട്ടും തൊണ്ടൊക്കെ ഒന്ന് കളഞ്ഞ് എടുക്കണം. എന്നിട്ട് വേണം ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് നുറുക്കിയെടുക്കാനായിട്ട്. അങ്ങനെ റംബൂട്ടാനല്ല ഇത് തൊണ്ടൊക്കെ ഒന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ തൊണ്ട് കളഞ്ഞപ്പോൾ അതിൻ്റെ പൊടിയും അതൊക്കെ അതിൻ്റെ അകത്തേക്ക് ചാടില്ല. അതിന് കുറച്ച് ചെറിയൊരു വേസ്റ്റ് പോലെ തോന്നണുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് നല്ല വൃത്തിയായിട്ടൊന്ന് കഴുകിയെടുക്കണം. എന്നിട്ട് വേണം നമുക്ക് ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് അരിഞ്ഞെടുക്കാനായിട്ട്. അങ്ങനെ റംബൂട്ടാനൊക്കെ അതേ നല്ല വൃത്തിയായിട്ടൊന്ന് കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് പൊളിച്ചതിൻ്റെ അകത്തുള്ള കുരു കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം.
അങ്ങനെ ദേ റംബൂട്ടാൻ്റെ കുരുവൊക്കെ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കുറച്ച് വിനാഗിരിയും കൂടെ ചേർത്ത് ഒരു ദിവസം നമുക്ക് ഒന്ന് വെക്കണം കേട്ടോ. നമ്മൾ എത്രത്തോളം വെക്കുന്നോ അത്രത്തോളം ഇതിന് ടേസ്റ്റ് കൂടും. അപ്പോൾ ഇങ്ങനെ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ റംബൂട്ടാനിൽ മധുരമൊന്നും ഉണ്ടാകില്ല. പകരം അതിൻ്റെ അകത്തുനിന്ന് ഇറങ്ങുന്ന ഒരു വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളത്തിനായിരിക്കും കേട്ടോ ചെറിയ മധുരം. അപ്പോൾ ഞാൻ ഉപ്പും വിനാഗിരി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് നമുക്കിതൊന്ന് അടച്ച് ഫ്രിഡ്ജിൽ താഴെ എവിടെയെങ്കിലുമൊക്കെ സൂക്ഷിക്കാം കേട്ടോ. ഒരു ദിവസം മുഴുവൻ വെച്ചിട്ടുള്ള റംബൂട്ടാൻ അച്ചാറിടാനായിട്ടാണ് കേട്ടോ ഞാൻ ഇപ്പോൾ ഇത് ചട്ടി അടുപ്പത്തേക്ക് വെച്ചേക്കണത്. ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് നല്ലെണ്ണയാണ് കേട്ടോ. അച്ചാറിടാൻ എപ്പോഴും നമുക്ക് നല്ലത് നല്ലെണ്ണയാണ്. നല്ലെണ്ണയിൽ അച്ചാറിടുമ്പോഴാണ് അച്ചാറിന് ഒരു ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ അതേ കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് ചൂടായ സമയത്ത് അതിലേക്ക് കുറച്ച് കടുകാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതേ കടുകൊന്ന് പൊട്ടി തീർന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കറിവേപ്പിലയും കൂടെ പൊട്ടി കഴിയുന്ന സമയത്ത് ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചമുളകും അതുപോലെ തന്നെ വെളുത്തുള്ളിയും അത് രണ്ടും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലതായിട്ടൊന്ന് വഴറ്റി ചെറിയൊരു ഷെയ്ഡൊക്കെ വന്ന് അത്ര എന്നിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അങ്ങനെ ദേ ചേർത്ത് കൊടുത്തിട്ടുള്ള പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വഴണ്ട് കിട്ടിയിട്ടുണ്ട്. ചെറിയൊരു ഷെയ്ഡൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സമയത്തേക്ക് ഇതിലേക്ക് നമുക്ക് വേണ്ട മസാലപ്പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ച് മുളക് പൊടി, എരിവിന് ആവശ്യമുള്ള മുളക് പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ബ്രാഹ്മിൺസിൻ്റെ അച്ചാർ പൊടി ചേർത്തിട്ടുണ്ട്. ഉലുവാപ്പൊടിയും കുറച്ച് കായപ്പൊടിയും കൂടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഉലുവാപ്പൊടി ഞാൻ ഇവിടെ തന്നെ പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. ചെറുതായിട്ട് ഉലുവ ചെറിയ രീതിയിലൊന്ന് ചൂടാക്കിയിട്ട് അതൊന്ന് പൊടിച്ചെടുത്താണ് കേട്ടോ. അങ്ങനെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ള ഒരു പൊടികളൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. നല്ലൊരു കളറൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള റംബൂട്ടാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഉപ്പും വിനാഗിരി ഒഴിച്ചിട്ടാണ് റംബൂട്ടാൻ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചത്. അതുകൊണ്ട് തന്നെ അച്ചാറിൽ വേറെ ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. ചെറിയൊരു മധുരം അതുപോലെ തന്നെ ചെറിയൊരു പുളിയൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു റംബൂട്ടാൻ അച്ചാർ ഇത്രയേ ഉള്ളൂ കേട്ടോ. സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഇതിപ്പോൾ ഞാൻ കുറച്ച് അച്ചാറിടുന്നതാണ് കേട്ടോ ഞാൻ കാണിച്ചിട്ടുള്ളത്. 1 കിലോ റംബൂട്ടാനാണ് ഞാൻ എടുത്തത്. 1 കിലോ റംബൂട്ടാൻ എടുത്തിട്ടുണ്ടെങ്കിലും പകുതി മുക്കാലോളം തൊണ്ട് തന്നെയാണ്. അപ്പോൾ നമുക്ക് അച്ചാർ 1 കിലോയൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ തൊണ്ടൊക്കെ പൊളിച്ച് കളഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു 1/4 കിലോ റംബൂട്ടാനെ നമുക്ക് ഇതിനകത്ത് നിന്ന് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ കൂടുതൽ വേണമെന്നുള്ളവർക്ക് കുറച്ചും കൂടെ കൂടുതൽ എടുത്താൽ മതി. എനിക്ക് 1 കിലോ റംബൂട്ടാനാണ് അച്ചാറിടാനായിട്ട് കിട്ടിയത്. അപ്പോൾ ഉള്ളത് വെച്ചെങ്ങാണ്ട് അച്ചാർ ഇട്ടോന്നുള്ളൂ കേട്ടോ. എല്ലാ ടൈപ്പ് അച്ചാറും ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു അച്ചാർ തന്നെയാണ് കേട്ടോ റംബൂട്ടാൻ അച്ചാർ. ചെറിയൊരു മധുരം അതുപോലെ തന്നെ ചെറിയൊരു പുളിപ്പും ഒക്കെ അടങ്ങിയിട്ടുള്ള റംബൂട്ടാൻ അച്ചാർ ഇത്രയേ ഉള്ളൂ കേട്ടോ. വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റംബൂട്ടാൻ അച്ചാറിൻ്റെ റെസിപ്പിയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഒരു ലൈക്ക് തരിക. അതേപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കൂട്ടുകാരൊക്കെ ഷെയർ ചെയ്തും കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും താഴെയുള്ള കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കാൻ മറക്കല്ലേ. ഇതുപോലുള്ള നല്ല നല്ല വീഡിയോയ്ക്കായി നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ഇപ്പോൾ തന്നെ ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്യുക. അതിലുള്ള കൂടെയുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് അതിൽ ഓളെന്ന ഓപ്ഷൻ കൊടുത്താലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം എത്തിച്ചേരുള്ളൂ കേട്ടോ. അപ്പോൾ ഇനി ഇതിലും നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.